നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്കറിയാം, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നല്ല തൊഴിലല്ല എന്നുള്ളത്. നമ്മുടെ വ്യവസായങ്ങൾ വളരുന്നതിനോടൊപ്പം നമ്മുടെ നാടും വളരണമെന്നുള്ള എൻ്റെ പിതാവിൻ്റെ ഒരു ആഗ്രഹമാണ് ഞങ്ങൾ ഈ ചുറ്റുപാടുകളും കിഴക്കുകളും മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ജനങ്ങളുടെ പിന്തുണയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം. ആ പിന്തുണയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി തന്നെ. അതാണ് ഇന്ന് പാർട്ടി പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ ലീഡർഷിപ്പ് പൊളിറ്റിക്സ് ആണ് ആളുകൾ നോക്കുന്നത്. ലീഡർ ആരാണോ അവരെ നോക്കിയാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. AAPക്ക് കേരളത്തിൽ LDFനെതിരായിട്ട് മത്സരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത്. അപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാവുന്നതേ പറയൂ, അത് നടപ്പിലാക്കുകയും ചെയ്യും. ഒരു MLA എന്നതിനേക്കാൾ ഉപരി 2020 ഒരു കാലൻ എന്നുള്ള രീതിയിൽ പുള്ളി പ്രവർത്തിക്കാൻ തുടങ്ങി. ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ടുള്ള ഒരു പ്രയാണം? എന്തായിരിക്കും ഇനി? ഇപ്പൊ ഉടനെ തന്നെ ഇത് വരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള പരിപാടിയുണ്ടോ? ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജി? നാളെ ഒരിക്കൽ ഇതിന്റെ കൺവീനർ തന്നെ മത്സരത്തിനിറങ്ങുമോ? ഇതിലേ ഞാൻ എപ്പോഴും ഇതിനെ ഒരു ദൈവനിയോഗമായിട്ടാണ് കാണുന്നത്. നമുക്ക് ഒരിക്കലും ഒരു വ്യവസായിയായിട്ടുള്ള ഞാൻ ഈ രാഷ്ട്രീയത്തേട്ട് വരേണ്ട ഒരാളല്ല. നമുക്കറിയാം, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നല്ല തൊഴിലല്ല എന്നുള്ളത്. ഒരുവിധം കുടുംബത്തിൽ പിറന്ന ആരും രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്കും അതറിയാം. ഞങ്ങൾ ആരോടും മെമ്പർഷിപ്പ് എടുക്കാൻ പറയുമ്പോഴും ഞങ്ങൾ എല്ലാം വോട്ടൊക്കെ ചെയ്തേക്കാം, പക്ഷെ അത് വേണ്ട. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട തൊഴിലായിട്ടാണ് അത് നമ്മുടെ രാഷ്ട്രീയക്കാരാക്കിയതാണ്. അല്ലാതെ രാഷ്ട്രീയത്തിൻ്റെ തെറ്റല്ല അത്. നമ്മുടെ രാഷ്ട്രീയക്കാർ ആ രീതിയിലാക്കിയതിന്. അപ്പോൾ ജനങ്ങൾ ഭയക്കുകയാണ് അതിട്ട് പങ്കുചേരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഭാവി, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് ജനങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക, അവരെ മുന്നിൽ അവതരിപ്പിക്കുക, ജനങ്ങൾ ചിന്തിക്കണം. ഈ രീതിയിൽ ഇപ്പോൾ LDFും UDFും മാത്രം മതി മുന്നോട്ട് പോയാൽ നമ്മുടെയൊക്കെ കുടുംബം എന്താവും? നമ്മുടെ കുട്ടികളുടെ ഭാവി എന്താവും? ഈ നാടിൻ്റെ അവസ്ഥ എന്താകും? അവരാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ഈ തവണ ഈ ചാലക്കുടിയിലും എറണാകുളത്തും വലിയൊരു അത്ഭുതം നടക്കും. അവർ 2020 ഉറച്ചു നിൽക്കും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ 2020 ഈ കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ജനം ചിന്തിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിപ്പോ ഒരു ടെസ്റ്റ് ഡോസാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അധികാരത്തിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അതിൻ്റെ ആവശ്യവും എനിക്കില്ല, ഞങ്ങളുടെ പാർട്ടിക്കുമില്ല. ഇപ്പം എനിക്ക് ഒരു MP ആകണം, അല്ലെങ്കിൽ ഒരു MLA ആകണം, ഇനി ഒരു മന്ത്രിയാകണം, കേന്ദ്രമന്ത്രിയാകണം എന്നുണ്ടെങ്കിൽ രാജ്യസഭാ സീറ്റ് തരാനായിട്ട് പലരും തയ്യാറാണത്. മന്ത്രിയാക്കാൻ പലരും തയ്യാറാണത്. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി BJP ആയാലും ഞാൻ ചോദിച്ചാൽ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ഉദ്ദേശം അതല്ല. എനിക്ക് അതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നതും ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയതും. അപ്പോൾ തീർച്ചയായിട്ടും എന്നേക്കാൾ ഉപരി ഞാൻ ഇവിടുത്തെ ഈ നാടിനെ പറ്റിയും, നമ്മൾ ജനിച്ചു വളർന്ന ഈ നാടിനെ പറ്റിയും, ഇവിടുത്തെ ജനങ്ങളെ പറ്റിയാണ് ഞാൻ കൺസേൺ. അവരെ നമുക്ക് കിട്ടുന്ന ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയാൽ അത് ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, തീരുമാനമെടുക്കുന്നത്. ഇപ്പം ഇന്ന് ഞാൻ അറിയുന്ന ആൾ പോലെയല്ല, ഒരാൾ ഒരു യൂട്യൂബിൽ പറയുന്നത് കേട്ടു. ഇത് ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണത്. കേരളത്തിൻ്റെ ഭാവി, മുന്നോട്ടുള്ള പ്രയാണം എന്താവണം എന്ന് നിങ്ങൾ വിധി എഴുതേണ്ട ഒരു തെരഞ്ഞെടുപ്പാണത്. ഇപ്പം നമുക്കറിയാം, ഡൽഹിയിൽ രൂപീകൃതമായ 10 വർഷം മുന്നേ രൂപീകൃതമായ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി രൂപീകൃതമായി വളരെ പെട്ടെന്ന് തന്നെ ഡൽഹിയിലെ ഭരണത്തിലേക്ക് വരികയാണ്. പിന്നീട് അവർ അടുത്ത ഇലക്ഷനിൽ വീണ്ടും തുടർച്ചയായിട്ട് വരുന്നു. പഞ്ചാബിൽ അധികാരത്തിൽ വരുന്നു. മറ്റ് പല സ്ഥലങ്ങളിലും വലിയ പേരുള്ള സംഭവമായി മാറിയിട്ടുണ്ട്. പക്ഷേ 2020 രൂപീകൃതമായിട്ട് കുറച്ച് വർഷങ്ങളായി.
എന്തുകൊണ്ടാണ് 2020 ഈ മധ്യകേരളത്തിൽ നിന്നും കുറച്ചും കൂടി വിപുലമായ രീതിയിലേക്ക് സംഘടനാ സെറ്റപ്പ് മാറ്റാൻ വേണ്ടി പറ്റാത്തത്? അല്ല, ഞങ്ങള് ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ലക്ഷ്യം അതല്ലായിരുന്നു. ഈ പ്രദേശം ഒരു മാതൃകാ പഞ്ചായത്താക്കി മാറ്റുക. 2020 എന്നുള്ള പേര്. അതെ അതെ, 12 ഞങ്ങൾ തുടങ്ങുമ്പോൾ ഒരിക്കലും രാഷ്ട്രീയത്തിലിട്ട് വരണമെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. ഈ ഒരു പഞ്ചായത്ത്, കാരണം ഈ രാഷ്ട്രീയക്കാര് കട്ടുമുടിച്ച് നാട് നശിപ്പിക്കുന്ന കണ്ടപ്പോൾ ഒരു മോഡൽ പഞ്ചായത്ത് ഉണ്ടാക്കണം, അത് മാത്രമേ എൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനെ എന്നെ തടയിട്ട് എന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തതൊക്കെ. അതിനുശേഷമാണ് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ കൂടെ കൂടിയതും. ആ സമയത്ത് കോൺഗ്രസ് ആയിരുന്നു മുഖ്യ ശത്രു. അങ്ങനെ പറയാൻ സാധിക്കില്ല. ഞങ്ങളിപ്പോൾ രണ്ട് കൂട്ടരും ഒരുപാട്, ഇപ്പോൾ ഈ അടുത്തിടയ്ക്കൊക്കെയാണ് കോൺഗ്രസ് സജീവമായിട്ട് വന്നത്. അതിനു മുമ്പ് 87, 88 കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ ഒരു 565 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം CIT-കാർ നടത്തി. അത് സ്റ്റേറ്റ് ലെവലിലാണ് നടത്തിയത്. 96, 97 ശേഷമാണ് അവർ ഞങ്ങളോടൊരു മൃദു സമീപനം വന്നത്. അപ്പോൾ അതുവരെ ഞങ്ങളൊരു ഭൂഷ അല്ലെങ്കിൽ ആ രീതിയിലായിരുന്നു. അത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളല്ലോ, പിരിവ് കൊടുത്തു തുടങ്ങിയപ്പോൾ തൊട്ടാണ്. അപ്പോൾ ഈ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 വരെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഞാൻ ഈ പാർട്ടി വിപുലീകരിക്കുന്നതിനെ പറ്റി അധികം ആലോചിച്ചിട്ടില്ല. കാരണം എൻ്റെ റിസോഴ്സസ് വെച്ചിട്ട് പരമാവധി നമുക്ക് എത്രത്തോളം ജനങ്ങളെ സേവിക്കാൻ പറ്റുമോ അത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ ഉദ്ദേശിച്ച ഈ കേരളത്തെ രക്ഷപ്പെടുത്തൽ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനിലൂടെ സാധിക്കില്ല, ഇനി കേരളത്തിനൊരു രക്ഷയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് 21 മത്സരിക്കാൻ തീരുമാനിച്ചതും. ആ 21 മുതൽ ഈ 3 വർഷം കൊണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ തക്ക രീതിയിൽ പാർട്ടിയെ വളർത്താൻ പറ്റിയത് അതുകൊണ്ടാണത്. അപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങളും കേരളം നാശത്തിയിട്ട് പോകുന്നതൊക്കെ വിലയിരുത്തിയിട്ടാണ് ഞങ്ങൾ സംഘടനാ സംവിധാനം വളർത്താൻ തുടങ്ങിയത്. ഇപ്പോൾ 5 ജില്ലകളിൽ ഞങ്ങൾ സജീവമായി കഴിഞ്ഞു പൂർണ്ണമായിട്ട്. അപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയായി, ജില്ലാ കമ്മിറ്റികളായി, നിയോജക മണ്ഡലം കമ്മിറ്റികളായി. അപ്പോൾ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിലെ 14 ജില്ലകളിലും കമ്മിറ്റികൾ ഉണ്ടാവും, സംഘടനാ സംവിധാനങ്ങൾ, വാർഡ് തല കമ്മിറ്റികളുണ്ടാവും. ആ രീതിയിലാണ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യം കാണുന്നത് ഇതൊരു ടെസ്റ്റ് ഡോസാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ഞങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സാഹചര്യത്തിൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 80%, 100%മാണ് ഞങ്ങൾ ലക്ഷ്യം കാണുന്നത്. ആ സമയത്തേക്ക് ഞങ്ങൾ അത്ര ആകുമോയെന്നറിയില്ല, പക്ഷെ 80% സീറ്റുകൾ ഞങ്ങൾ മത്സരിക്കും. ഈ ത്രിതല തെരഞ്ഞെടുപ്പിലുള്ളൊരു വ്യത്യാസം ഓൾറെഡി ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നതാണത്. അതുകൊണ്ട് എവിടെ മത്സരിച്ചാലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. അപ്പം ഞങ്ങൾ മത്സരിക്കുന്ന സീറ്റുകളിലെ 80% വിജയിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ആ ഒരു കാര്യത്തിൽ. അങ്ങനെ വിജയിച്ചാൽ തീർച്ചയായിട്ടും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 4 മാസമേ ഉള്ളൂ. അത് അതിനേക്കുള്ളൊരു കാൽവയ്പായി. ഇപ്പം ഈ നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കോർപ്പറേഷൻ, ഏറ്റവും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു പറയുന്ന പട്ടണമാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ് ഈ കൊച്ചി എന്ന് പറയുന്നത്, കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ. ഈ കൊച്ചിയിൽ എന്തുകൊണ്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യാത്തത് കോർപ്പറേഷൻ? അല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിപ്പോൾ 20 കിഴക്കമ്പലത്ത് മത്സരിച്ചു, അല്ല 15, 20 ഞങ്ങൾ 4 പഞ്ചായത്തുകൾ കൂടി മത്സരിച്ചു. സമീപ പഞ്ചായത്തുകളാണത്. അന്നും ഈ പറയുന്നില്ല, ഞാൻ ആ ഒരു ചുറ്റുപാടുകൾ, കാരണം ഇതിൻ്റെ തുടക്കവും ഒന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. കാരണം നമ്മുടെ വ്യവസായങ്ങൾ വളരുന്നതിനോടൊപ്പം നമ്മുടെ നാടും വളരണമെന്നുള്ള എൻ്റെ പിതാവിൻ്റെ ഒരു ആഗ്രഹമാണ് ഞങ്ങൾ ഈ ചുറ്റുപാടുകളും കിഴക്കലും മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിനുശേഷം 21 ശേഷം ഞങ്ങൾ പാർട്ടി വളർത്താൻ തീരുമാനിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചെടുക്കും, അതിന് സംശയമൊന്നുമില്ല. കോർപ്പറേഷൻ മാത്രമല്ല, എറണാകുളത്തെ 80% പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം ഞങ്ങൾക്ക് 2020 പിടിച്ചെടുക്കും. തൃക്കാക്കര അടക്കം തൃക്കാക്കര കുറച്ചുകൂടി പാർട്ടിക്ക് കുറച്ചുകൂടി നല്ല ഒന്നുമില്ല. ഇപ്പൊ എറണാകുളത്തുള്ളൊരു പ്രശ്നം ഈ പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. സ്ഥിരമായിട്ടുള്ള താമസക്കാരില്ല. പിന്നെ അധികവും
ഫ്ലാറ്റുകളല്ലേ. ഈ ആക്സസിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ പ്രവർത്തനം കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, ഡിജിറ്റലൈസ് ആണ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും കൂടെയൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ ആളുകളിലേക്ക് പ്രമേയം എത്തിക്കുന്നതിന് കുറച്ചുകൂടി സൗകര്യങ്ങളുണ്ടല്ലോ. ഉണ്ട്. അത് ഞങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ നേരിൽ പോയി കാണുക, വോട്ടഭ്യർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ചൻ പരിപാടിയായിരിക്കും. ഇപ്പൊ എല്ലാ ആളുകളും സോഷ്യൽ മീഡിയയിലൂടെയാണ് കുറച്ചും കൂടി അധികം പ്രചരണം. കഴിഞ്ഞ പ്രാവശ്യം 2020 തന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയുടെ പ്രചരണം നടത്തിയതാണ്. അപ്പം വൈപ്പിലും പോലുള്ള സ്ഥലങ്ങളിൽ വലിയ സ്വീകാര്യത കിട്ടിയ പോലെ ചെല്ലാനും പോലുള്ള സ്ഥലങ്ങളിൽ വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം മാർഗങ്ങളിലൂടെ ഈ ആളുകളെയൊക്കെ കൊണ്ട് പ്രത്യേകിച്ച് മെമ്പർഷിപ്പ് ക്യാമ്പയിനൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അതെ. പക്ഷെ പൂർണ്ണമായിട്ടും നമുക്ക് ഇതിലുള്ള ഒരു പ്രശ്നം, നമ്മൾ ഈ താഴേക്കിടയിലുള്ള ആളുകൾ, നമുക്കൊരു 30-35% ആളുകളും സോഷ്യൽ മീഡിയ സജീവമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇപ്പോഴും നമുക്ക് ഈ താഴേക്കിടയിലുള്ള ആളുകൾ, കൂലിപ്പണിക്കാർ, തൊഴിലുറപ്പുകാർ, സ്ത്രീകൾ, അവരൊന്നും ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള. പിന്നെ യങ്സ്റ്റേഴ്സ്, അവരൊക്കെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ ഒരു ഈ പറയുന്ന പൊളിറ്റിക്സിനോടൊക്കെ അവർക്കൊരു വിമുഖതയാണ്. അതെ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോസ്റ്ററുകളും ഫ്ലെക്സുകളും മറ്റുള്ള മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചേ പറ്റുമോ. അത് അല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് എത്തിക്കാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന് ഇതിന് മറുപടി വന്നില്ല. മത്സരിക്കുമോ? അല്ല, ഇത് ഘട്ടം ഘട്ടമായിട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഒന്ന്, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, അതിൽ ജനങ്ങൾ നൽകുന്ന സ്വീകാര്യത. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, മറ്റ് ഒരു പണമോ അല്ലെങ്കിൽ ഇതൊന്നും ആഗ്രഹിക്കാത്തത് കൊണ്ട് ജനങ്ങളുടെ പിന്തുണയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം. ആ പിന്തുണയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി തന്നെ. അതാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അതല്ല. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവര് ഒരു കച്ചവടമായിട്ടാണ് രാഷ്ട്രീയത്തെ കാണുന്നത്. അപ്പൊ അവര് ഒരിക്കലും നഷ്ട കച്ചവടം നടത്തില്ല. അത് തോറ്റാലും ജയിച്ചാലും ലാഭം ഉണ്ടാക്കുന്ന ആളുകളാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് മത്സരിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ സപ്പോർട്ടാണത്. അപ്പോൾ മുന്നോട്ട് നയിക്കാനായിട്ടുള്ള ശക്തി, ഊർജം കിട്ടുന്നത് ജനങ്ങളിൽ നിന്നാണ്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. 2020 പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കും. മത്സരരംഗത്ത് വരണമെന്ന് ചിന്തിക്കും. കാരണം പണ്ട് ഉള്ള പൊളിറ്റിക്സിനേക്കാളൊക്കെ കൂടുതൽ ലീഡർഷിപ്പ് പൊളിറ്റിക്സ് ആണെന്ന് ലോകത്തിലെല്ലായിടത്തും. അല്ല, അതാണ് ആം ആദ്മി പാർട്ടിന്റെ വർഷത്തിലും അതന്നെ ഉണ്ടായത്. അതെ. ഒറ്റ ലീഡർ വെച്ചാണ് ഒരു പാർട്ടി ഉണ്ടാക്കി. അതാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരാഗ്രഹിക്കുന്നത് ആ രീതിയിലാണത്. കാരണം ഞാൻ മാറി നിന്നിട്ട് മറ്റാളുകളെ വെച്ച് മത്സരിപ്പിച്ച ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് വരില്ല. ഇപ്പൊ നമുക്കിപ്പോൾ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതും, ഇന്ത്യയിൽ മോഡി പ്രഭാവവും, തമിഴ്നാട്ടിൽ സ്റ്റാലിനും, UP-യിൽ യോഗിയും ഒക്കെ, അതുപോലെ തന്നെ കേരളത്തിൽ പിണറായി. അപ്പൊ ആ ഒരു ലീഡർഷിപ്പിൽ അന്ന് പാർട്ടിനേക്കാൾ കൂടുതൽ ഒരു ലീഡർഷിപ്പ് പൊളിറ്റിക്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന് വലിയൊരു ഇമ്പോർട്ടൻസ്. ഇത് തെലങ്കാനയിലെ മുഖ്യമന്ത്രി അദ്ദേഹം 2 സീറ്റിൽ നിന്നാണ് ഒറ്റ വർക്ക് കൊണ്ട്, ഒറ്റ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ടാണ് കോൺഗ്രസ് യഥാർത്ഥ അധികാരത്തിൽ വരുന്നത്. എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന ആളാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കേരളത്തിൽ നടത്താൻ പറ്റുമോ? ഈ തെലങ്കാനയിൽ ഇപ്പൊ ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്ന് പറയുന്നത്, ഈ ജനങ്ങൾ എത്രയൊക്കെ നന്മ ചെയ്താലും, നമ്മളിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കാര്യം പറയുന്നത്, ഒരുപാട് ഒട്ടനവധി വികസനം കൊണ്ടുവന്ന ഒരാളാണ് അവർ. പക്ഷേ അവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷം വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം ആളുകൾ ആഗ്രഹിക്കുന്നു, ഒരു ചേഞ്ച്. അപ്പോൾ ആ ഒരു രീതിയിൽ ആളുകൾ ചിന്തിച്ചുകൊണ്ടാണ് അത്. പ്രത്യേകിച്ച് റൂറൽ ഏരിയകളിൽ, ഇപ്പോൾ ഹൈദരാബാദ് സിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ BRS തന്നെയാണ് എല്ലായിടത്തും പിടിച്ചടക്കിയത്. പക്ഷെ ആ സിറ്റികൾ വിട്ടിട്ട്, കാരണം ഈ വികസനത്തിന്റെ പ്രയോജനം മുഴുവൻ കിട്ടിയത് സിറ്റിക്കാണ്. ഉൾഗ്രാമങ്ങളിൽ ഇപ്പോഴും പഴയ അവസ്ഥ കൃഷി തന്നെയാണത്. അപ്പൊ അവര് മാറി ചിന്തിച്ചു. പിന്നെ രേവന്തിന്റെ ഒരു വലിയ തരത്തിലുള്ള ഇടപെടലുണ്ടല്ലോ. അല്ല, ആ ഒരു ഇതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല അവിടെ ഇത്തവണ വന്നത്. പക്ഷെ തീർച്ചയായിട്ടും ആ ലീഡർഷിപ്പ് പൊളിറ്റിക്സ് തന്നെ ഉണ്ട് അതിനകത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് പാർട്ടി പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ ലീഡർഷിപ്പ് പൊളിറ്റിക്സ് ആണ് ആളുകൾ നോക്കുന്നത്. ലീഡർ ആരാണോ അവരെ നോക്കിയാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റുകൾ എത്ര മത്സരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഉള്ള തീരുമാനമാണോ, അതോ ഇപ്പോഴേ അതിനുള്ള ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയോ? ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന 140 മണ്ഡലങ്ങളും മത്സരിക്കണം എന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ
ത്രിതല തെരഞ്ഞെടുപ്പിൽ 80% കാരണം ഈ ഓരോ വാർഡുകളും, അതായത് 100% വാർഡുകളും നമുക്ക് മത്സരിക്കുക എന്നുള്ളത് വലിയൊരു പ്രയത്നമാണ്. വലിയ ടാസ്ക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിൽ എത്തുമോ എന്നൊരു സംശയമുണ്ട്. 80% പക്ഷേ എറണാകുളം ജില്ലയൊക്കെ 100% ഞങ്ങൾ മത്സരിക്കും. എറണാകുളം, കോട്ടയം, ഇടുക്കി അങ്ങനെയുള്ള മേഖലകളിൽ. ഈ ആം ആദ്മി പാർട്ടിയായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കുകയും കെജ്രിവാളിനെ കിഴക്കമ്പലത്ത് കൊണ്ട് മഹാസമ്മേളനത്തിൽ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ സൗഹൃദം അവസാനിച്ചു. യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയെ പെട്ടെന്ന് തന്നെ അവരായിട്ട് ബന്ധം ഒഴിയാനുള്ള കാരണം എന്താണ്? അല്ല, പെട്ടെന്ന് എന്ന് പറയാൻ സാധിക്കില്ല. ഏതാണ്ട് ഒരു 1.5 വർഷത്തോളം ഉണ്ടായിരുന്നു അത്. ഇതിൽ സംഭവിച്ചത് പല കാര്യങ്ങളാണ്. ഈ ഞങ്ങൾ ആം ആദ്മിയുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള സാഹചര്യമല്ല അതിനുശേഷം ഉണ്ടായത്. ഉടനടിയാണ് മറ്റേ നമ്മുടെ ലിക്കർ സ്കാമില് അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെ പലരെയും അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും അങ്ങനെയുള്ള പല ആളുകളും അകത്തു പോയതൊക്കെ. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇമേജിന് വളരെയധികം കോട്ടം തട്ടി എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹവുമായിട്ട് ഈ ഡൽഹിയിൽ ഞാൻ മനസ്സിലാക്കിയത് കേജ്രിവാളിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും AAPക്കും ഇടതുപക്ഷവുമായിട്ടൊരു മൃദു സമീപനമാണ് അന്ന് മുതലേ ഞാൻ കണ്ടത്. അതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട്. അന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് പിണറായിക്കെതിരായിട്ടുള്ള, കേരള സർക്കാരിനെതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രസംഗത്തിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ളതാണ്. അപ്പം അന്നേ എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഞാൻ കണ്ടതാണത്. കാരണം ഞങ്ങൾ സംസാരിച്ച് തീരുമാനിച്ചതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രസംഗമാണ് ഇവിടെ നടന്നത്. അതിനുശേഷവും പലപ്പോഴും ഞങ്ങൾ ഇടപെടുന്ന സമയത്ത് ഇവരുമായിട്ടുള്ളൊരു അന്തർധാര, ഒരു രഹസ്യ ബന്ധം ഇവിടെയുള്ള നേതാക്കന്മാർക്കും അതുണ്ടായിരുന്നു, കേരളത്തിലെ നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു നേതൃത്വം ഇല്ല എന്നുള്ളതാണ് AAPക്ക്. ഇവിടുത്തെ നേതൃത്വം എന്ന് പറയുന്നത് BJPയിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും കോൺഗ്രസിൽ നിന്നൊക്കെ നിരാശരായിട്ടുള്ള ആളുകളും അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു അവിയലാണ് AAP. അല്ലാതെ ഒരു നേതൃത്വമില്ല. അപ്പൊ അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. പക്ഷെ ഡൽഹി, പ്രത്യേകിച്ച് കേജ്രിവാള് പിണറായി വിജയനുമായിട്ട് വളരെ അടുത്തൊരു സൗഹൃദമുണ്ട്. അന്ന് അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് അന്ന് രാത്രി അദ്ദേഹത്തിന് കോളും വന്നു. അതിന് ശേഷമാണ് ഈ പ്രസംഗത്തിലെ എല്ലാ ലൈനുകളും വിമർശനപരമായിട്ടുള്ള എല്ലാം മാറിയത്. ഇപ്പൊ അതിന്റെ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തതും ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ മുന്നണി, കാരണം ആശയപരമായിട്ട് യോജിക്കാവുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ യോജിച്ചത്. അതേ പാർട്ടി തന്നെ ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കുക. പ്രധാന അഴിമതിക്കാരല്ല എൻ്റെ തൊണ്ട് തരും. പ്രധാനമല്ല, എല്ലാം അഴിമതിക്കാരാണ്. അപ്പൊ അവരെല്ലാവരും കൂടി ഒരു അലയൻസ് ഉണ്ടാക്കുന്നു. അതിനേക്കാൾ ഉപരി ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചല്ലോ, ഞാനെടുത്ത തീരുമാനം ശരിയാണെന്ന് ഉറപ്പിക്കുന്നതാണ് ഇത്തവണത്തെ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അവിടെ സമരത്തിന് പോയപ്പോ ഇവര് രണ്ടുപേരും രണ്ട് സൈഡിൽ കെട്ടിപ്പിടിച്ചാണ് നമ്മളൊരു ഫോട്ടോ വന്നത്. അപ്പോ ഒരിക്കലും AAPക്ക് കേരളത്തില് LDFനെതിരായിട്ട് മത്സരിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത്. ഈ കോർപ്പറേഷന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, കൊച്ചി കോർപ്പറേഷന്റെ അവിടെയൊക്കെ മറ്റേ V4 കൊച്ചി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ അത്തരം ഈ ആളുകൾ ഓൾട്ടർനേറ്റീവ്സ് വരുന്നുണ്ടല്ലോ. അവരുമായിട്ടുള്ള സമീപനം എന്തായിരിക്കും? ഭാവിയിൽ അതൊരു കുറച്ചുകൂട്ടം അവർ പിടിക്കുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില 1-2 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആശയപരമായിട്ട് ഞാൻ അവരുമായിട്ടൊക്കെ പലരുമായിട്ടൊക്കെ ചർച്ച നടത്തിയതാണ്. ഇവരൊന്നും പ്രായോഗിക രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രായോഗിക രാഷ്ട്രീയമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പഠിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. ഒരിക്കലും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സമരങ്ങളോ രാഷ്ട്രീയ പരിപാടികളോ ഞങ്ങൾ നടത്തില്ല. അപ്പോൾ ഇവർക്കൊക്കെ പലപ്പോഴും ഈ പറയുന്ന നിയമം കയ്യിലെടുത്തുകൊണ്ടും അല്ലെങ്കിൽ പാലം തുറന്നു കൊടുത്ത് ജയിലിലാകുക, പോലീസിനെ തടയുക, അങ്ങനെയുള്ള ആ പരിപാടികളൊന്നും, അങ്ങനെയുള്ള സമര രീതികളൊന്നും ഞങ്ങൾക്ക് അതിൽ യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ OIOP ഉണ്ട്. പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം 10,000 രൂപ പെൻഷൻ കൊടുക്കാം, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണത്? ഇതൊന്നും പഠിക്കാതെ ഇപ്പം എന്നെപ്പോലെ പ്രത്യേകിച്ച് എൻ്റെ രാഷ്ട്രീയം ഒരു ഭാഗം, ഞങ്ങൾ 2 തലമുറകളായിട്ട് വ്യവസായത്തിൽ വലിയൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയ ഒരു കുടുംബമാണ്. അപ്പോൾ ഒരിക്കലും പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമായി
നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ തീരുമല്ലോ അത്. അതോടുകൂടി ഞങ്ങൾ ബിസിനസ്സിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുണ്ടാക്കിയ ആ റെപ്യൂട്ടേഷനും തന്നെ ഇല്ലാതെയാക്കി കളയും. അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാവുന്നതേ പറയൂ, അത് നടപ്പിലാക്കുകയും ചെയ്യും. ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ പ്രകടന പത്രിക ജനങ്ങൾ അംഗീകരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രകടന പത്രികയായിട്ടല്ല അവരതിനെ കാണുന്നത്. നമുക്കറിയാം ഈ കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം വളരെ സിസ്റ്റമാറ്റിക്കായി സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നതാണ്. അദ്ദേഹം പറയുന്നത് കേരളം ഏറ്റവും വ്യവസായങ്ങൾക്ക് വരാൻ പറ്റിയ സാഹചര്യമുള്ള സ്ഥലമാണെന്ന്, വ്യവസായ സൗഹൃദ സ്റ്റേറ്റാണ് എന്നാണ്. അതേസമയം തന്നെ കിറ്റെക്സ് ഇവിടെ വലിയൊരു നിക്ഷേപം വരുത്താൻ വേണ്ടി തീരുമാനിച്ചത്, ആ നിക്ഷേപം പിന്നീട് വേണ്ടാന്ന് വെക്കുന്നു. ഈ നിക്ഷേപം പിന്നീട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നു, തെലങ്കാനയിലേക്ക് പോകുന്നു. ഈ സമയത്തൊന്നും താങ്കളുമായിട്ട് യാതൊരു തരത്തിലുള്ള ഡിസ്കഷനും നടത്തിയിട്ടുണ്ടായിരുന്നില്ല? ഇവര് ഇപ്പോ എന്നെ ആക്രമിക്കുന്നതിന്റെ പിന്നിൽ ഇവരൊക്കെ ഉണ്ട്. അപ്പോ പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെടുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ വ്യവസായ മന്ത്രിയുമായിട്ട് ബന്ധപ്പെടുന്നില്ല? ഞാൻ അതിന് പറഞ്ഞ ഉത്തരം വളരെ ലളിതമാണ്. വേലി തന്നെ വിളവ് തിന്നുമ്പോൾ നമ്മൾ ആരോടാ പരാതിപ്പെടുക? ഇതിൻ്റെയൊക്കെ സൂത്രധാരകരോട് നമ്മൾ പരാതിപ്പെട്ടാൽ എന്ത് നടപടി ഉണ്ടാകുക? അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൗശലക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരാണ്. ജനങ്ങളെ മാത്രമല്ല, ആരെയും എങ്ങനെ പറ്റിക്കണമെന്ന് റിസർച്ച് നടത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് ഇവരാരും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അവർ പരമാവധി എന്നെ എങ്ങനെ പൂട്ടാം എന്നുള്ളതിനുള്ള എല്ലാ സപ്പോർട്ടുകളും കൊടുത്തു എന്നുള്ളതാണ്. ഈ കേരളത്തിലൊരു വ്യവസായി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഭരണപക്ഷത്തുള്ളതും പ്രതിപക്ഷത്തുള്ളതും കേന്ദ്രം ഭരിക്കുന്നവരെയൊക്കെ എന്തായാലും പ്രീണിപ്പിക്കാതെ ഒരു വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇതുവരെ എല്ലാ പാർട്ടികൾക്കും സംഭാവന കൊടുക്കുന്ന ഒരു വ്യവസായി എന്നുള്ള നിലയിൽ അതിനിയൊരു തുടർച്ച ഉണ്ടാവില്ലേ? അത് നിർത്തലാക്കുമോ? എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് പ്രീണനവും ഒരേ സ്ഥലത്ത് വേറൊരു സംവിധാനം എന്നുള്ളത് എങ്ങനെ വിശ്വാസ്യത യോഗ്യമാകും? നമുക്ക് ഈ എൻ്റെ കാര്യത്തിൽ വ്യവസായവും രാഷ്ട്രീയവും രണ്ടായിട്ട് കാണണം. ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്കാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഞാനൊരു വ്യവസായി എന്നുള്ള നിലയ്ക്കല്ല ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ വ്യവസായം എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാണ്ട് 57 വർഷക്കാലമായിട്ട് എൻ്റെ പിതാവ് തുടങ്ങി വെച്ചത് തുടരുന്നതാണ്. ഇന്ന് കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ എവിടെയായാലും രാഷ്ട്രീയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ അവർക്ക് പിരിവ് കൊടുക്കാതെ, ഇപ്പം എൻ്റെ ഒരു വ്യവസായത്തെ മാറ്റിയെടുത്ത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനെ എടുക്കുക, ഒരു കൃഷിക്കാരനായിക്കോട്ടെ, ഒരു പെട്ടിക്കടക്കാരനായിക്കോട്ടെ, അവർ ഭീഷണിപ്പെടുത്തിയാണ് കാശ് മേടിക്കുന്നത് പലരും രാഷ്ട്രീയക്കാർ. അത് കൊടുക്കാതെ ഒരു പെട്ടിക്കട പോലും ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ 100% നിയമപരമായിട്ട് നടക്കുന്നു, നമ്മൾ കൊടുക്കേണ്ട ആവശ്യവുമില്ല, ബലം പ്രയോഗിച്ച് ആരും മേടിക്കില്ല. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒട്ടനവധി ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ ബുദ്ധിമുട്ടുകളെ നമ്മൾ പറയില്ലേ, നീർക്കോലി കടിച്ചു കഴിഞ്ഞാലും താഴെ മുടങ്ങുമെന്ന് പറയില്ലേ. അപ്പോൾ ആ തലവേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാവി നേർന്ന് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് തന്നെ. ഇഷ്ടപ്പെട്ടിട്ടല്ല അത് ചെയ്യുന്നത്, നിർബന്ധിതമാണ്. നമ്മൾ പലരും അങ്ങനെയാണല്ലോ. ഇപ്പം ഞാൻ പറയുന്നത്, ഞാൻ 1-2 പേരോട് ചോദിച്ചു, നിങ്ങൾ ഏത് പാർട്ടിക്കാരനാണ്? കോൺഗ്രസ്സുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പിരിവ് കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അവർ കമ്മ്യൂണിസ്റ്റ് ആവുന്നില്ല, അവരെ ആശയം മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു വ്യവസായി രാഷ്ട്രീയത്തിൽ പിരിവ് കൊടുക്കുന്നു, അത് കൊടുത്തു, അത് വ്യവസായം നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അതിപ്പോൾ ഞാനിപ്പോൾ കേരളത്തിൽ നിന്നല്ല, തെലങ്കാനയിലായാലും ഡൽഹിയിലായാലും തമിഴ്നാട്ടിലായാലും എല്ലാ വ്യവസായികളും കൊടുക്കുന്നുണ്ട്, കൊടുത്തേ പറ്റൂ. അമേരിക്കയിൽ ഞങ്ങൾ പിരിവ് കൊടുക്കുന്നുണ്ട്. ഇത്തവണ ഇപ്പോൾ ഇലക്ഷൻ വരെയാണ്, 2 പാർട്ടിയും കൊടുക്കുന്നുണ്ട്. റിപ്പബ്ലിക്, ഞങ്ങളുടെ വ്യവസായങ്ങൾ അവിടെ ഉണ്ടല്ലോ, ഞങ്ങളുടെ മാർക്കറ്റും അവിടെയാണത്. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഡെമോക്രാറ്റിക്കിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളുടെ അല്ല, അതിലൊരു ഇരട്ടത്താപ്പ് ഇല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു പാർട്ടിയെ വളർത്താനാണല്ലോ എന്തായാലും പൈസ അവർ മേടിക്കുന്നത്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്നു, അവരൊരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടുനടക്കാൻ അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ല, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ രാഷ്ട്രീയ പാർട്ടിയല്ല ഇതിന് സംഭാവന കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു വ്യവസായി എന്നുള്ള നിലയിൽ അതിൽ കാണേണ്ടത്. അതിനെ രാഷ്ട്രീയമായിട്ട് നമ്മൾ കൂട്ടി ഇഴക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഒരു ബിസിനസ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു പെട്ടിക്കട കൊണ്ടുപോയി നടക്കണമെങ്കിൽ തന്നെയും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് ശരിക്കും ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ബിസിനസ്സുകാർ, കോർപ്പറേറ്റ്സ് രാഷ്ട്രീയക്കാർക്ക് പൈസ കൊടുക്കുന്നത്?
ഞാൻ പറയുന്ന നിയമം മൂലം ഇത് നിരോധിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ചോദിക്കുന്നവർക്കാണ് അത് ആ മനസ്സ് വേണ്ടത്. ഇപ്പൊ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാര്, ഇപ്പൊ വ്യവസായി ആയിക്കോട്ടെ, സാധാരണ ഒരു മനുഷ്യൻ, അതായത് ഒരു സാധാരണ കുടുംബത്തിൽ കയറി പൈസ ചോദിച്ചാൽ പോലും കൊടുത്തില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ അവനെ വഴിയിലിട്ട് തല്ലിയവര്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ, ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ ഒരു മരണ കേസോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അവരതിന് പ്രതികാരം തീർക്കും. അപ്പൊ ആരും ഇഷ്ടപ്പെട്ടിട്ടല്ല അത് കൊടുക്കുന്നത്, അവർ നിവൃത്തികേട് കൊണ്ട് കൊടുക്കുന്നു. അത് കൊടുത്തേ പറ്റൂ. അതിപ്പോ ഇവിടെ ആയാലും അമേരിക്കയിലായാലും ഏത് രാജ്യത്തായാലും നമ്മൾ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെതായുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാവും. അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത്, കോടതി ചെയ്യേണ്ടത് നിയമം കൊണ്ട് അതിനെ നിരോധിക്കണം. നിരോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാതിരിക്കാം. 2020 സാമ്പത്തിക സ്രോതസ്സിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു? ഞങ്ങളിപ്പോ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴൊക്കെ ഏതാണ്ട് 95 ലക്ഷം രൂപയായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിക്ക് മുടക്കാവുന്നത്. ഞങ്ങളത് കണ്ടെത്താനായിട്ട് അതിനുള്ള ഒരു, ഞങ്ങളിപ്പോൾ ഈ ഓൺലൈനിൽ അതിനുള്ള ഒരു റിക്വസ്റ്റ് ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. 1-2 ദിവസത്തിനുള്ള അതാകും അത്. അപ്പം അതിൽ കൂടി കണ്ടെത്താം, ആളുകൾ സഹായിക്കും. പ്രത്യേകിച്ച് NRIs ഞങ്ങളെ സഹായിക്കുന്നത് സാധാരണക്കാരാണ്, പാവപ്പെട്ട ആളുകളാണ്. ഞങ്ങളുടെ പ്രവർത്തനം നോക്കിയാൽ അറിയാം. എല്ലാവരും ഈ പറഞ്ഞ മാതിരി 100 രൂപ, 500 റുപ്യ, 10 റുപ്യ, ഇതൊക്കെയാണ് ഞങ്ങളുടെ സംഭാവനകൾ കിട്ടുന്നത്. അങ്ങനെ ഒട്ടനവധി സംഭാവനകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് വലിയൊരു ഭാരിച്ച ചിലവ് വരുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ ചിലവുകൾ അതാത് പഞ്ചായത്തുകൾ, വാർഡുകളിൽ, മറ്റുള്ള കമ്മിറ്റികളിൽ മീറ്റിങ്ങുകൾക്കൊക്കെ വേണ്ടി വരുന്ന ചെറിയ തുകകളാണ്. അത് തികയാതെ വരുന്നത് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഫണ്ടിൽ നിന്ന് കൊടുക്കും. വ്യവസായി എന്നുള്ള നിലയിൽ സ്വന്തം പാർട്ടിക്കും കൊടുക്കും. വ്യവസായി എന്നുള്ള നിലയിൽ അങ്ങനെ ഞങ്ങൾ അധികം പണം അതിൽ നിന്ന് എടുക്കാറില്ല. അതിൽ കുറച്ചൊക്കെ കൊടുക്കാറുണ്ട്. അത്യാവശ്യം വരുന്ന മറ്റു ഫണ്ടുകൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും, ഞങ്ങളുടെ വിവിധ വ്യവസായങ്ങളുണ്ടല്ലോ, എൻ്റെ സഹോദരൻ്റെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പൈസ ചോദിക്കും, പൈസ കിട്ടും. നമ്മൾ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ എല്ലാ ആളുകളും ആരോപിക്കുന്നത് പോലെ ഇത് കുറച്ച് CSR ഫണ്ട് കൊണ്ട് നടത്തിക്കൊണ്ടുപോകുന്നതാണെന്നും കേരളത്തിൽ മറ്റ് ജില്ലകളിലേക്കൊന്നും ഇത് വ്യാപരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർ ഏറ്റവും കൂടുതൽ ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ കേരളത്തിലാകാൻ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവരാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഈ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മീഡിയേറ്റേഴ്സിനെയൊക്കെ മാറ്റി നിർത്തി എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഡയറക്റ്റ് പർച്ചേസ്, അതായത് എവിടെയാണോ സോഴ്സ് അവിടെ നിന്ന് നമ്മൾ മേടിക്കുകയാണത്. അപ്പോൾ ഇതിൻ്റെ ഈ മധ്യവർത്തികളായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ 8 രൂപയുടെ തക്കാളി ഊട്ടിയിലോ അല്ലെങ്കിൽ മൈസൂറോ ഉണ്ടാക്കുന്നത് 50 രൂപയാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് ആവുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് മീഡിയേറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ റീറ്റെയിലുള്ള മാർജിൻ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ വേണ്ടി കൂടിയാണ് 50 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പോൾ എത്ര ഇരട്ടിയായിട്ടത് മാറുന്നു എന്നുള്ളതാണത്. ഇപ്പം നമ്മുടെ ഈ മാവേലി സ്റ്റോറും അതുപോലെ റേഷൻ സംവിധാനവും സിവിൽ സപ്ലൈസും സപ്ലൈക്കും ഒക്കെ അഴിമതിയില്ലാതെ ആളുകളെ വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് സാമ്പത്തിക ഇതുണ്ടാവും. എന്നാൽ തന്നെയും ഇത്ര ഭീമമായിട്ടുള്ള തുക വരില്ല. ഇനി അതിൻ്റെ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം മരുന്നുകൾ, ഈ മരുന്നുകളുടെ ഏതാണ്ട് നല്ലൊരു ശതമാനം പോകുന്നത് ഡോക്ടർമാർക്കാണ്, കമ്മീഷനായിട്ട് പോകും, രാഷ്ട്രീയക്കാർക്കും പോകുന്നുണ്ട്. അപ്പൊ ഈ 2 കൂട്ടര് ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്ര ഭീമമായിട്ടുള്ള തുക ജനങ്ങൾ കൊടുക്കേണ്ടി വരുന്നത്. ഇതൊക്കെ ഗവൺമെന്റ് ഇവരെയൊക്കെ മരുന്ന് കമ്പനിക്കാരെയൊക്കെ വിളിച്ച് ഇരുത്തി ഈ റേറ്റിൽ കൂടാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പോകില്ല. കാരണം 100 രൂപയുടെ മരുന്ന് നമ്മൾ വിൽക്കുമ്പോൾ, റീറ്റെയിൽ പ്രൈസിൽ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കോസ്റ്റ് 5 രൂപ അല്ലെങ്കിൽ പരമാവധി വന്ന 10 രൂപ വരുള്ളൂ. ഈ സാധനമാണ് 100 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പോൾ അതിന് ആർജവമുള്ള ഒരു സർക്കാർ ഉണ്ടാവണം അവിടെ. അപ്പോൾ ഇതൊക്കെ പിടിച്ചു നിർത്താൻ സാധിക്കും. അപ്പോൾ ഗവൺമെൻറ്റിന് സാമ്പത്തിക ബാധ്യത വരാത്ത രീതിയിൽ, ഇപ്പോൾ റേഷൻ കടയിൽ നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ടല്ലോ, മാവേലി സ്റ്റോറിൽ കൊടുക്കുന്നുണ്ട്. അത്രയും പോലും വരാതെ തന്നെ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷ കേരളത്തിലൊട്ടാകെ ഞങ്ങൾ നടപ്പിലാക്കി കൊടുക്കാം. അതിനൊരു പ്രൊഫഷണൽ മാനേജ്മെന്റ് വരണം. അത് അഴിമതിയില്ലാതെ നടപ്പിലാക്കാൻ സാധിക്കണം. ഒരു CSRും അതിന് ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരാളുടെയും സഹായം ആവശ്യമില്ലാതെ സർക്കാരിന് ഈ പറയുന്ന 943 പഞ്ചായത്തുകളും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നടപ്പിലാക്കി ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. മരുന്നിന്റെ കാര്യത്തിൽ അത് സാധിക്കും.
മദ്യനയം സംബന്ധിച്ച് 2020 എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഇതില് നിലപാട്? ഈ മദ്യം കഴിക്കരുത് എന്ന് നമ്മൾ ആരോടും പറയുന്നത് ശരിയല്ല. ഞങ്ങളിപ്പോൾ എല്ലാം ഞങ്ങളുടെ പഞ്ചായത്തുകളിലൊക്കെ എടുത്തിരിക്കുന്ന ഒരു നിലപാട് അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒന്നോ രണ്ടോ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് കഴിക്കുക. പക്ഷേ അത് കുടുംബത്തിനോ സമൂഹത്തിനോ യാതൊരു വിധത്തിലുള്ള ദൂഷ്യം ഉണ്ടാക്കാൻ പാടില്ല. ദൂഷ്യം വന്നാൽ ഞങ്ങൾ ഇടപെടും എന്നുള്ളൊരു സാഹചര്യമാണ്. ഞങ്ങൾ വന്നതിന് ശേഷം ഈ സോഷ്യൽ ഡ്രിങ്കിങ് ഒക്കെ ഒരുപാട് കുറഞ്ഞു. അതായത് ഈ ബർത്ത്ഡേ പാർട്ടിക്ക്, കല്യാണങ്ങൾക്ക്, കാരണം ജനങ്ങൾ തന്നെ അത് വേണ്ടാന്ന് വെച്ചു എന്നുള്ളതാണത്. അപ്പൊ ഇതൊക്കെ നമ്മളൊരു സോഷ്യൽ ചേഞ്ചസ് ആണ് എഡ്യൂക്കേഷനിൽ കൂടി. അല്ലാതെ നമുക്ക് ലോകത്തിൽ ഒരു സ്ഥലത്തും മദ്യം നിരോധിച്ച് ടൂറിസം ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിരോധിക്കലല്ല നമുക്ക് വേണ്ടത്. അതിനൊരു കൺട്രോൾ സംവിധാനങ്ങളാണ് കൊണ്ടുവരേണ്ടത്. മനുഷ്യർ കുടിച്ച് കുടുംബം നശിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സാമൂഹ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, ന്യൂയിസൻസായി മാറുക, അത് നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അല്ല, നിരോധനം ഒന്നിനുള്ള മാർഗമല്ലല്ലോ. അല്ലാതെ ഞാൻ പറയുന്നത് മനുഷ്യര് അത്യാവശ്യം, ഞാൻ പറഞ്ഞില്ല, ഞങ്ങളിപ്പോൾ എല്ലാത്തിനും വളരെ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത്യാവശ്യമൊക്കെ കഴിക്കുക. അത് കുടുംബത്തിന് ഒരിക്കലും ഭാരമായി വരാൻ പാടില്ല, ശല്യമായി വരാൻ പാടില്ല, നാട്ടുകാർക്കൊരു ശല്യമായി വരാൻ പാടില്ല. ആ ഒരു നയമാണത്. നമ്മൾ കുന്നത്ത് നാട്ടിലേക്ക് തന്നെ വീണ്ടും വന്നാൽ ഇവിടുത്തെ MLA-യും ഇവിടുത്തെ പഞ്ചായത്തുകളും, പ്രത്യേകിച്ച് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളൊന്നും MLA സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ആരോപണം നേരത്തെയുണ്ട്. ഇപ്പം അത് വീണ്ടും ശക്തമാണ്. ഈ MLA എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ്. പഞ്ചായത്തിൽ 2020 പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ശരി, മറ്റു പഞ്ചായത്ത് മെമ്പർമാരും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പൊ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജനപ്രതിനിധികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, നമ്മൾ ആരും ഇവിടെ MLA എന്ന് എഴുതി ഒട്ടിച്ചാൽ അല്ലെങ്കിൽ മന്ത്രി എന്ന് എഴുതി ഒട്ടിച്ചാൽ ആവില്ല. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ TV-യിൽ തെളിഞ്ഞാൽ TV ഓഫ് ചെയ്യണ സാഹചര്യത്തിലേക്ക് വന്നെങ്ങനെയാണ്? അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അവരുടെ സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അതിന് യോഗ്യനായിട്ട് മാറണം. അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് ജനങ്ങൾ അംഗീകരിക്കാതെ വരുന്നത്. ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണത്. ഒരു MLA എന്നതിനേക്കാൾ ഉപരി 2020 ഒരു കാലൻ എന്നുള്ള രീതിയിൽ പുള്ളി പ്രവർത്തിക്കാൻ തുടങ്ങി. ഞങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ തടയുക, ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി അതിന് തടസ്സം സൃഷ്ടിക്കുക. ഞങ്ങൾക്ക് എപ്പോഴും ഹൈക്കോടതിയെ സമീപിച്ച് ഇതിനൊക്കെ പെർമിഷൻ, അതിന് വലിയ ഡിലേ വരിക. അപ്പോൾ MLA എന്നുള്ള ആ ഒരു സ്ഥാനത്തേക്കാൾ ഉപരി അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധം തീർക്കാനായിട്ട് ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളതിനെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. അപ്പോൾ അതിപ്പോൾ ആരായാലും, ഞാനിപ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെയാണ്. മുഖ്യമന്ത്രി ജനങ്ങൾ എന്തുകൊണ്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്, അല്ലേ? ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ, പ്രത്യേകിച്ച് പ്രളയത്തിൻ്റെ കാലത്തൊക്കെ എല്ലാ ആളുകളും അദ്ദേഹത്തെ 70-80 വയസ്സായിട്ടുള്ള മുത്തശ്ശിമാർ തന്നെ ഓടി അദ്ദേഹത്തെ ഒരു ദൈവത്തെ പോലെ TV ഓൺ ചെയ്തതിൻ്റെ മുന്നിൽ 1 മണിക്കൂർ ക്ഷമയോടെ കാത്തിരുന്നത്. കോവിഡ് കാലത്ത് എല്ലാ ദിവസവും പ്രഭാഷണം ഉണ്ടായിരുന്നു. അതെ. ഇന്ന് TV-യിലേ വരുന്നില്ലല്ലോ, TV തല്ലി പൊളിക്കുക ആളുകൾ, അല്ലേ? ആ സാഹചര്യത്തിലേക്ക് മാറ്റി. അപ്പം ഏതൊരു വ്യക്തി, ശ്രീനിജൻ എന്നല്ല, ആരായാലും അവരുടെ നിലയും വിലയും ഒക്കെ മറന്ന്, അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മറന്ന് ജനങ്ങളോട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ജനങ്ങൾ അതിനെ എതിർക്കും. ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തുകളുണ്ട്, ആരോട് വേണമെങ്കിലും അന്വേഷിച്ചോളൂ. ഞാൻ അവരധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ മെമ്പർമാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇന്നു മുതൽ ജനങ്ങളുടെ പ്രതിനിധികളാണ്, 2020 മെമ്പർമാരല്ല. പഞ്ചായത്തിൽ വരുന്ന ഓരോ ആളുകളും അവിടുത്തെ ആവശ്യക്കാരാണ്, അവകാശമുണ്ട് അതിന്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്, BJP-കാരനാണ്, 2020-കാരനാണെന്നുള്ള ഒരു തിരിച്ച് വ്യത്യാസം പാടില്ല. ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതി പോലും ഇന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പറയട്ടെ ഞങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പക്ഷഭേദം കാണിച്ചിട്ടുണ്ടെന്നുള്ളത്. ആരാണോ അർഹതപ്പെട്ടത് അവർക്ക്
നടപ്പിലാക്കി കൊടുക്കും. കാരണം ഇത് ജനങ്ങളുടെ പൈസയാണത്, നികുതി പണമാണത്. 100% നീതിയുക്തമായിട്ടാണ് ഞങ്ങൾ ഭരണം നടത്തുന്നത്. ഒരാൾക്കും നീതി നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഉറച്ചു പറയാൻ സാധിക്കും. എത്ര രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കും? ഏതെങ്കിലും പാർട്ടിക്ക് സാധിക്കുമോ? അതാണ് അവിടുത്തെ പ്രശ്നം. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കാൻ കയറി കഴിഞ്ഞാൽ അവരുടെ ആശ്രിതർക്ക് മാത്രമായി ആനുകൂല്യങ്ങൾ, കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ അവരുടെ ആശ്രിതർക്ക്. ഞങ്ങൾ ഭരിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ തവണ ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിയോളൂ, വലിയ വ്യത്യാസങ്ങൾ വരും. ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. അതിൻ്റെ കാരണം അതുകൊണ്ടാണ്. അവസാനമായി എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ ഫലം കുറിച്ചുള്ളൊരു നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? അത് ഇതുവരെ പറയാറായിട്ടില്ല. ജനങ്ങളുടെ മനസ്സിലല്ലേ ഇരിക്കുന്നത്. ഏത് നിമിഷവും അതിൽ മാറ്റങ്ങൾ വരാം. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഞങ്ങളുടെ ഈ റോഡ് ഷോയൊക്കെ നടക്കുന്ന സമയത്ത് വീടുകളിൽ നിന്നൊക്കെ സ്ത്രീകൾ ഇറങ്ങി വന്ന് ഞങ്ങളെ കൈ കാണിക്കണം. അപ്പോൾ ഞാൻ വലിയൊരു വിജയ പ്രതീക്ഷയിലായിരുന്നു. പ്രത്യേകിച്ച് തൃക്കാക്കര, പെരുമ്പാവൂര്, ഫോർട്ട് കൊച്ചി ഈ മണ്ഡലങ്ങളിൽ, ഈ 3 മണ്ഡലങ്ങൾ വലിയൊരു വിജയ പ്രതീക്ഷയിലായിരുന്നു. വൈപ്പിലും ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം ഈ രാഷ്ട്രീയക്കാർ എല്ലാ തന്ത്രങ്ങളും പഠിച്ചവരാണല്ലോ. ഈ ഒരു MLA പോയാൽ എന്ത് കിട്ടാനാണ്? കമ്മ്യൂണിസ്റ്റുകാർ പറയും, അല്ല കോൺഗ്രസ്സുകാർ പറയും ഇത് കമ്മ്യൂണിസ്റ്റുകാർ ജയിപ്പിക്കാനായിട്ടാണ്, ഇവൻ B ടീമാണ്, അല്ലെങ്കിൽ BJPയുടെ B ടീമാണ്. ഇങ്ങനെയൊക്കെയുള്ള നുണകൾ, തന്ത്രങ്ങൾ പ്രയോഗിച്ചാണത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്താണ് ഈ തവണ വേണ്ട, ഒരു റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചാണ് കഴിഞ്ഞ തവണ മാറിയത്. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതല്ല. അവർ വീണ്ടും കൊടുത്ത് പഠിച്ചെന്ന് മാത്രമല്ല അനുഭവിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. ഇവരെ കണ്ട് ഒരിക്കലും കേരളം രക്ഷപ്പെടില്ല. ഇനിയിപ്പോൾ അത് കോൺഗ്രസിന് കൊടുത്താലും രക്ഷപ്പെടില്ല എന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കയ്യബദ്ധം ഇത്തവണ ജനങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇതെല്ലാം തെരഞ്ഞെടുപ്പാണ്, ജനങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നതെന്ന് പറയാൻ സാധിക്കില്ല. എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ LDFനെയും UDFനെയും മാറി മാറി ഇവർ പരീക്ഷിച്ചു. ഒരാളും ഒന്നും നേടിയില്ല, അവരുടെ കുടുംബങ്ങളും ഒന്നും നേടിയില്ല, ഈ നാടും ഒന്നും നേടിയില്ല. ആകെ കുറേ ഹൈമാസ്റ്റ് ലൈറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമാണ്, അത് കത്തുന്നില്ല. ഇതാണ് ഒരു MP പോയാൽ നമുക്ക് കിട്ടുന്നത്. എല്ലാവരും പറയുന്ന ഈ 5 കോടി രൂപയാണ് ഒരു MPയുടെ വിഹിതം. അല്ല, അത് എല്ലാവർക്കും കിട്ടുന്ന വിഹിതമാണ്. നമ്മൾ പ്രത്യേക പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം, അതിന് നന്നായിട്ട് അധ്വാനിക്കണം. ഇപ്പം ഞങ്ങളൊക്കെ ഇതിനകത്ത് ഞങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ എറണാകുളം സിറ്റി ഹൈദരാബാദിനോടോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹി, ബോംബെക്ക് കിടപിടിക്കുന്ന രീതിയിലാക്കി മാറ്റും. അതിന് പ്രത്യേക രീതിയിൽ പഠനം നടത്തി ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി 1000 കോടിയോ 1500 കോടിയോ പ്രോജക്റ്റ് കൊടുത്ത് അത് അനുവാദം മേടിക്കുക എന്നുള്ളത് MPയുടെ ചുമതലയാണ്. അല്ലാതെ 5 കോടി എനിക്ക് കിട്ടുന്നത് അതിൽ ഞാൻ 3 കോടി ചെലവാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നത്. അങ്ങനെ ഒരു സാമർഥ്യം പറയുന്നത് അതല്ല കൊണ്ടുവരേണ്ടത്. അത് അവരുടെ സാമർഥ്യമാണത്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നത് മാറി മാറി പരീക്ഷിച്ചല്ലോ. ഒരു 5 വർഷം ഞങ്ങൾക്ക് തരട്ടെ. ഒരു MP എന്താണ് ആ നാട്ടിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും? ജനങ്ങളിൽ എന്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും? ആ നാടിന് എന്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നത് ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാം. ഇനി അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, ഞങ്ങൾക്കത് സാധിച്ചില്ല എങ്കിൽ ചവിട്ടി പുറത്താക്കിക്കോട്ടെ. ഞങ്ങൾക്കതിൽ യാതൊരു വിഷമവുമില്ല. കാരണം ഒരു ജനപ്രതിനിധി അവൻ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്തില്ലെങ്കിൽ അവനെ ചാട്ടവാർ കൊണ്ട് അടിക്കണം എന്നാണ് പറയുന്നത്. അത് 2020 ആയാലും ശരി, ആരായാലും ശരി. നിർഭാഗ്യകരമായിട്ട് നമുക്കത് ചെയ്യാനായിട്ടുള്ള നിയമപരമായിട്ടുള്ള സാധ്യതകളില്ല. അതുകൊണ്ടാണ് ഇവർ ഈ ജനങ്ങളെ വീണ്ടും വീണ്ടും കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഇവിടുത്തെ മഹാസമ്മേളനത്തിൽ വെച്ചിട്ട് താങ്കൾ വലിയൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് എനിക്കെതിരെ നിരന്തരമായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ തുടരുകയാണെങ്കിൽ, എന്നെ ഏതെങ്കിലും രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ പുന്നാരമകളെ ഞാൻ അകത്താക്കിയിരിക്കുമെന്ന്. എൻ്റെ കയ്യിൽ അതിനുള്ള ബോംബുണ്ട്. ഈ ബോംബ് എപ്പോൾ പൊട്ടിക്കും? ഈ ഇലക്ഷന് പൊട്ടിക്കോ അല്ലെ കഴിഞ്ഞിട്ട്? ഇല്ല, ഇതിലേ നമുക്കറിയാം ഇന്ന് തന്നെ അനവധി ആരോപണങ്ങളും തെളിവുകളും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരെയുണ്ട്. ഏറ്റവും അടുത്ത ഒരു ഉദാഹരണമാണ് നമ്മുടെ മാസപ്പടി. ഇപ്പോൾ കഴിഞ്ഞ 1 മാസം മുമ്പ് എന്തായിരുന്ന അവസ്ഥ? ഇപ്പോൾ വീണയെ അറസ്റ്റ് ചെയ്യും, ഇപ്പം മുഖ്യമന്ത്രി പിടിക്കും. വല്ലതും നടന്നോ? ഒന്നും നടക്കില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതാ, ഇവരെല്ലാം ഒരമ്മ പെറ്റ മക്കളാ. ഒരു പാർട്ടിക്കെതിരായിട്ട് ഒരു കൈവിരൽ പോലും അനക്കില്ല. ആ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് തോന്നുന്നുണ്ടോ BJPക്കാർ
അല്ലെങ്കിൽ BJP ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ഏതെങ്കിലും ഏജൻസികൾ പിണറായി വിജയനെതിരായിട്ടോ അല്ലെങ്കിൽ ആ കുടുംബത്തിനെതിരായിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നു? BJP അല്ലേ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. BJPന്റെ സഹായം കൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് SFI അപ്പൊ ഇതൊക്കെ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ചില ഗിമ്മിക്കുകളാണ്. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇപ്പൊ നമ്മളെന്താ ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചിരുന്നു, ഇപ്പൊ ആരെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കുന്ന പോലും ഉണ്ടോ? അവരെ ചെന്നൈയിൽ എവിടെയോ ചോദ്യം, അതും അവർക്ക് ചെന്നൈയിൽ പോയി അങ്ങനെയാണോ ചെയ്യുന്നത്? നമുക്ക് അങ്ങനെ കിട്ടുമോ? നേരെ ഇവിടെ വന്നല്ലേ ചോദ്യം ചെയ്യേണ്ടത് അല്ലേ? അവരെ ചെന്നൈയിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു, അങ്ങനെ അവരെ മുഖം രക്ഷിക്കുന്നു, തീർന്നു, ആ ചാപ്റ്റർ ക്ലോസ്ഡ് അല്ലേ? ലാവലിംഗ് കേസ് എന്താ പൊങ്ങി വരാത്തത്? 38 തവണയാ മാറ്റി. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് തോന്നണം, നമ്മളൊരു കാര്യം പുറത്ത് വിട്ടാൽ അതിന് നടപടി ഉണ്ടാവും. നമ്മൾ വെറും വിഡ്ഢികളായിട്ട് എന്താ കാര്യമുള്ളത്? ഞാനിപ്പോൾ അന്ന് സാഹചര്യങ്ങളും കൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ ഒരു കാര്യം അങ്ങനെ പുറത്തു വിട്ടാൽ എനിക്ക് ആരാ സുരക്ഷ തരിക? ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം, ഞങ്ങൾ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും എടുക്കാം. പക്ഷെ അത് ഇപ്പോൾ ഉള്ളതിന് നടപടി എടുത്ത ഒരു ബോധ്യപ്പെടുത്തണം നമ്മളെ, അല്ലേ? നമ്മൾ കുറച്ച് പറഞ്ഞ് സോഷ്യൽ മീഡിയയ്ക്കും മാധ്യമങ്ങൾക്കും ഒരു വാർത്ത ഒരാഴ്ചത്തേക്ക് ആഘോഷിക്കാനായിട്ടുള്ളൊരു വാർത്തയിൽ കവിഞ്ഞ് ഒന്നും അതിൽ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിട്ട് വരട്ടെ, അന്ന് പൊട്ടിക്കും. ഇതിൽ ഇനി ഒരു കാര്യം കൂടി തമാശയായിട്ടാണെങ്കിൽ ഞാൻ പറയാം. ഈ ആറ്റം ബോംബ് നമുക്കറിയാം, ഇന്ന് വളരെ കുറച്ച് രാജ്യങ്ങളിലെ ആറ്റം ബോംബ് അല്ലേ? അവരെപ്പോഴാണ് അത് ഉപയോഗിക്കുന്നത്? ഏറ്റവും ക്രൂഷ്യലായ സമയത്താണ്. ഒരിക്കലും അവർക്ക് ഇനി വേറൊരു ആയുധവും ഉപയോഗിക്കാനില്ല എന്ന് വരുമ്പോഴാണ് അത് ഉപയോഗിക്കുക, അല്ലേ? ഞാനും അത്രേ ചെയ്യുന്നുള്ളൂ, അത്ര ചെയ്യൂ. പക്ഷെ ഇത് കുറെ കാലം കൊണ്ടെടുക്കാൻ പറ്റുമോ? ഇത്രയും കാലം കൊണ്ടേ നടന്നല്ലോ. ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങളെ സഹകരിച്ച് നന്ദി, സന്തോഷം.